നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപതിനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ദക്ഷചരിതം, വൃത്തവധം തുടങ്ങിയ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന 23ാമത്തെ ദശകത്തിലെ 2ാമത്തെ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കൂ. തസ്യാത്മജസ്ത്വയുധമീശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വജസാ തവ മാർഗമാബുഃ നൈഗത്രവാസമൃഷയേ സമുമോജ ശാപം ഭക്തോസ്തമസ്തൃഷിഃ അനുഗ്രഹമേവ മേനേ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തസ്യ ആത്മജാഃ തു അയുധം ഈശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസ തവ മാർഗം ആബുഃ ന ഏകത്ര വാസം ഋഷയേ സഹ മുമോജ ശാപം ഭക്തോത്തമഃ തു ഋഷിഃ അനുഗ്രഹം ഏവ മേനേ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഭോ ഈശ തസ്യതു അയുധം പുനഃ സഹസ്രം ആത്മജാഃ അജായന്ത ശ്രീനാരദസ്യ വചന തവ മാർഗം ആബുഃ ച ഹൃഷയേ ഏകത്ര വാസം ന ഇതി സഹ ശാപം മുമോച ഭക്തോത്തമഃ ഋഷിഃ തു അനുഗ്രഹം ഏവ മേനേ. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അലയോ ജഗദീശ്വര, ആദ്യം 10,000-വും പിന്നെ 1,000-വും ദക്ഷപുത്രന്മാർ നാരദോപദേശത്താൽ ഭവാന്റെ മാർഗത്തെ സ്വീകരിച്ചു. ഇതിൽ കുപിതനായ ദക്ഷൻ നാരദ മഹർഷിയെ ഒരിടത്തും സ്ഥിരമായി ഇരിക്കാൻ കഴിയാതെ വരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ഭക്തോത്തമനായ നാരദ ഋഷിയാകട്ടെ ആ ശാപത്തെ അനുഗ്രഹരൂപത്തിൽ കരുതുകയും ചെയ്തു എന്ന് സാരം. നമസ്തേ.